ഇപ്പൊ കേൾക്കണോടത്ത് മുഴുവൻ ഇതല്ലേ? എനിക്കറിയില്ല ഇവന്മാർക്ക് ഇതെല്ലാം എവിടുന്നാ കിട്ടുന്നത്. നീ എന്തീ പറയുന്നേ? ഇതിന്റെ പിന്നിലൊക്കെ വലിയ വലിയ മാഫിയകളല്ലേ? പിന്നെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗമല്ലേ? ഒരു 100 ഉറുപ്പ്യ ഉണ്ടാ? 100 റുപ്യോ? ആ എന്തിനാ? എന്തിനാ ചോദിക്കുന്നേ? ഞാൻ വല്ല കഞ്ചാവും വാങ്ങാൻ പോകണോ? അത് ശരി, അപ്പൊ ഞാൻ നിന്നോടൊന്നും ചോദിക്കാൻ പാടില്ലേ? മോനെ, അമ്മ നിന്നോട് എന്തിനാന്നല്ലേ ചോദിച്ചുള്ളൂ, തരില്ലാന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങളടുത്ത് പാരെന്തി ചോദിച്ചോ? വെറുതെ വർത്താനം പറയാൻ നിൽക്കല്ലേ. ഒരു ജ്യൂസ് കുടിക്കാനാണ്. ഓ, ഇങ്ങോട്ട് തന്നാ പോരെ, വലിയ ചോദ്യം ചെയ്യല്. ഈ ചെക്കൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒന്നും പറയണ്ട, എന്താകുമെന്ന് ഒരു പിടിയുമില്ല. ഓരോ കൂട്ടുകെട്ടായിട്ടേ ഞാൻ ആകെ ടെൻഷനിലാണ്. നീ ഇങ്ങനെ ഒന്ന് ടെൻഷൻ അടിക്കല്ലേ. നിനക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എന്താ ഐഡിയ? വാ നടക്ക്, ഞാൻ പറയാം. ഒരു കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാം. അവന് നിനക്ക് നല്ല മാറ്റം വരുത്താൻ കഴിയും. നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കേ. എടി, നീ അവനെ ഗിറ്റാറോ വയലിനോ കീബോർഡോ പഠിപ്പിക്കേ. എന്നിട്ടോന്നല്ല, ഈ സംഗീതം ഡാൻസ് എന്നൊക്കെ പറയുന്നത് വളരെ ചിട്ടയുള്ള കാര്യങ്ങളാ. അവരറിയാതെ തന്നെ നല്ലൊരു സ്വഭാവത്തിലേക്ക് അവര് വരും. നീ നമ്മുടെ സ്റ്റീഫൻ ദേവസി പറഞ്ഞത് കേട്ടില്ലേ? എന്താ പറഞ്ഞത്? കുട്ടികളെ സംഗീതം ഒരു ലഹരിയായി മാറണം, അല്ലെങ്കിൽ അവര് മറ്റു ലഹരി തേടി പോവും. അത്രയേ ഉള്ളൂ. അതിന് കോഴിക്കോട് ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനം എവിടെയുള്ളത്? നമ്മുടെ മേരിക്കുന്നിലെ പാക്സ് കമ്മ്യൂണിക്കേഷനെ പറ്റി നീ കേട്ടിട്ടില്ലേ? പാക്സ് കമ്മ്യൂണിക്കേഷനോ? നമ്മുടെ കോഴിക്കോട് രൂപതയുടെ സ്വന്തം സ്ഥാപനം. എടി, നമ്മുടെ ആർച്ച് ബിഷപ്പ് ചക്കാലക്കൽ പിതാവിന്റെ കീഴിലുള്ള സ്ഥാപനാണത്. എത്ര യുവജനങ്ങളാണെന്നറിയോ അവിടെ പഠിക്കുന്നത്? ഗിറ്റാർ, വയലിൻ, കീബോർഡ്, കർണാട്ടിക് മ്യൂസിക്, ഡാൻസ്, വെസ്റ്റേൺ ഡാൻസ്, അവിടെ എല്ലാം ഉണ്ട്. പിന്നെ അവിടെ ഡ്രോയിങ് ഉണ്ട്, ക്ലാസിക്കൽ ഡാൻസ് മുതിർന്നവർക്കും ഉണ്ട്. നിനക്കും ചേരാം അവിടെ. പിന്നെ ഉണ്ടല്ലോ, നല്ല റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് അവിടെ. അതുമല്ല, നമ്മുടെ മക്കളുടെ റീൽസ് എടുക്കാൻ പറ്റിയ നല്ല സൗകര്യം ഉണ്ട് അവിടെ. അടിപൊളിയാണ്, വേറെ വൈബാണ് അവിടെ. എടി, നീ അവനെ അവിടെ ചേർക്ക്, അവൻ ഇഷ്ടാവും, അവൻ മാറും. എന്നാ ഒന്ന് പോയി നോക്കാല്ലേ?